ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വിശേഷമായിട്ടാണ് കാണിക്കുന്നത്. ഞാൻ എൻ്റെ വീട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. അവിടെ നമ്മൾ കുറേ കൃഷിയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. വാഴ, മെയിനായിട്ടും വാഴ ആയിട്ടാണ് നട്ടേക്കുന്നത്. അവിടെ റബ്ബറും തോട്ടമായിരുന്നു കേട്ടോ നേരത്തെ. ഇപ്പോൾ അതൊക്കെ വെട്ടിക്കളഞ്ഞിപ്പോൾ വാഴ നട്ടിട്ടുണ്ട്. അതിനിടയ്ക്ക് ഓരോ ചെറിയ ചെറിയ വിളകളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ചേമ്പാണ് കാണുന്നത്. ഈ ചേമ്പ് നമുക്ക് കറി വെക്കാൻ, എൻ്റെ താളെടുത്ത് കറി വെക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ അതിൽ കിഴങ്ങുണ്ടാവും, അത് നമുക്ക് പുഴുങ്ങാം. ഇത് നമ്മുടെ കൊക്കോക്ക കേട്ടോ. വലിയൊരു കൊക്കോക്കയാണ് കേട്ടോ. ഇഷ്ടമാതിരി ഉണ്ടാവും കേട്ടോ. അത് ഇപ്പോൾ അത് കുറവാണ് കേട്ടോ കായ്ക്കുന്നത്. എന്നാലും ഉണ്ട്. അണ്ണാനൊക്കെ കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ നോക്കി ഇന്നത് പറിച്ചെടുക്കണം. നല്ല ടേസ്റ്റ് ആയിട്ട് നല്ല മധുരമുള്ള ഒരു കൊക്കോക്ക കേട്ടോ അത്. അതിന് താഴെ അവിടെ 2-3 കൊക്കോ വേറെ ഉണ്ട് കേട്ടോ. നമ്മുടെ എന്തോ ഈ വാഴ ഞാലിപ്പൂവിനാണോ അതോ എന്താണെന്നറിയത്തില്ല കേട്ടോ. അതുപോലെ ഇവിടെ മത്തങ്ങ, കുമ്പളങ്ങ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ തുളസി എല്ലാം തന്നെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂവിൻ്റെ പൂവ് അതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പല കൂട്ടങ്ങളും ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിവേപ്പില ഉണ്ട്. നമ്മുടെ റംബൂട്ടാൻ്റെ മരം കേട്ടോ. അത് പൊങ്ങി പോയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം കായ്ച്ചായിരുന്നു കേട്ടോ. അതിപ്പോൾ തീർന്നു. അതൊക്കെ നമ്മുടെ അണ്ണാൻ കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ. കൂടുതലും അണ്ണാനാണ് കൊത്തിക്കൊണ്ടുപോയത്. അണ്ണാനും കിളികളും തത്തമ്മ ഒക്കെ വരാറുണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മുടെ മാവാണ് കേട്ടോ. അത് കായ്ച്ചിട്ടില്ല. അതിൻ്റെ മുകളിൽ കൂടെ നമ്മുടെ റംബൂട്ടാൻ ചുറ്റിയിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ? റംബൂട്ടാനല്ല, പാഷൻ ഫ്രൂട്ട് അല്ല, എനിക്ക് വിട്ടുപോയിട്ടോ. പാഷൻ ഫ്രൂട്ട് കേട്ടോ. ഇവിടെ പാഷൻ ഫ്രൂട്ട്, അവിടെ അതെ തേക്കുണ്ട് ഇവിടെ. ആ തേക്കിൻ്റെ മുകളിൽ കൂടെയായിട്ട് ചുറ്റിയേക്കുന്നത്. ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മുകളിലാണ് കൂടുതലുണ്ട്. താഴെയുള്ളതൊക്കെ കുറേയൊക്കെ തീർന്നു, കുറേയൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിഞ്ചാണ് കേട്ടോ. പിന്നെ ഒരു പേരക്കമരം ഉണ്ട് കേട്ടോ. വലിയൊരു പേരക്കമരം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ ചേർന്ന്. അതൊക്കെ പോയി, അതൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ. നിറച്ച് പേരക്ക ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ തോട്ടമാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള തോട്ടമാണ് കേട്ടോ. വാഴത്തോട്ടം കേട്ടോ. നല്ല രസമല്ലേ കാണാനായിട്ട്. നല്ല തണുപ്പാണ് കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിൽക്കൂടെ നടക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണില്ലേ? നല്ല പൊക്കമുണ്ട് കേട്ടോ വാഴയ്ക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഇവിടെ കുറച്ച് കൂർക്ക നട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, കൂർക്ക നട്ടിട്ടുണ്ട് ഇവിടെ. കണ്ടില്ലേ? കാണാൻ രസമല്ലേ? ഇങ്ങനെ ചുറ്റുകൂടിയിരിക്കുന്നതാണ് അതിൻ്റെ ഇലകൾ. അവിടെ ടാങ്ക് ഇരിപ്പുണ്ട് കേട്ടോ, വേനൽക്കാലത്ത് നനയ്ക്കാനായിട്ട് കേട്ടോ. ചുമ്മാ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ വെറുതെ എടുത്താട്ടോ ഒരു വീഡിയോ. കാണുമ്പോൾ ഒരു രസമല്ലേ, അതുകൊണ്ട് എടുത്താട്ടോ. ഏത്തവാഴ ഉണ്ട് കൂടുതലും ഇവിടെ നട്ടേക്കുന്നത്. 1-2 ട്രിപ്പ് അത് നമ്മൾ വാഴക്ക് 1-2 ട്രിപ്പ് എടുത്തായിരുന്നു കേട്ടോ. അതിന് ശേഷം ഉണ്ടായത് കേട്ടോ അത്. എന്താ അതിന് പറയാല്ലേ? നമ്മുടെ മഞ്ഞൾ, കൂവ ഒക്കെ ഉണ്ട് കേട്ടോ. കൂവ കേട്ടത്, കൂവ അറിയത്തില്ലേ? നല്ല പൊക്കമുണ്ട് കേട്ടോ. ഒരാളെക്കായും പൊക്കമുണ്ട് കേട്ടോ കൂവയ്ക്ക്. ഇവിടെ പച്ചമുളക് ഉണ്ട് കേട്ടോ. ഇതാ കണ്ടില്ലേ? അവിടെ ഇവിടെയൊക്കെ ഓരോന്നൊക്കെ ഉണ്ടാക്കി നട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില നട്ടിട്ടുണ്ട്. അങ്ങനെ പല നട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ.
ഏത്തവാഴ കുറേ വെട്ടിയതാണ്. പിന്നെ അതിൻ്റെ കണക്ക് എന്താ പറയുക അതിന് പറയുക, പിന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ. കണ്ണ് ഓരോന്നുണ്ടായി പിന്നെ ഉണ്ടാവുന്നതാണ് കേട്ടോ അത്. പിന്നെ നമുക്ക് ഒരാടും 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ചെറിയൊരു കൂട്, പഴയ കൂടാണ് കേട്ടോ. കണ്ടു നോക്കൂ കേട്ടോ. ഇതാ നമ്മുടെ ആടും പുല്ല് കഴിക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞുങ്ങളുണ്ട് കണ്ടോ. പിന്നെ കാപ്പിമരം ഉണ്ട് കേട്ടോ. കാപ്പിമരം. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉണ്ടായതാട്ടോ. ഇത് വാളങ്ങയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ട്. കുറ്റി വാളങ്ങ എന്ന് കേട്ടിട്ടുണ്ടോ? പൊക്കം കുറഞ്ഞിട്ടുണ്ടാവുന്ന അതിൽ വാളങ്ങ കാണാൻ രസമായിട്ടോ, അതുപോലെ കഴിക്കാനും രസമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടാകും നമുക്ക്. ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വാഴത്തോട്ടത്തിൻ്റെ താഴെയായിട്ടൊരു ചെറിയൊരു തോട് പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇവിടെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കുളിക്കാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം മഴ കുറഞ്ഞുകൊണ്ടാട്ടോ, അല്ലെങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ ഇപ്പം ആരും കുളിക്കണമൊന്നുമില്ല. ഇപ്പം പണ്ടൊന്നുമില്ല, നമ്മളെല്ലാവരും തോട്ടിലൊക്കെ പോയി കുളിക്കുമായിരുന്നല്ലോ. ഇപ്പം അങ്ങനെ ആരും കുളിക്കില്ല കേട്ടോ. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയായിരുന്നു കേട്ടോ അന്നൊക്കെ. പക്ഷെ ഇവിടെ ആരും ഇപ്പോൾ കുളിക്കാത്തതുകൊണ്ട് കാട് പിടിച്ച് കിടക്കുക കേട്ടോ. അതേ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽക്കൂടെ. രസമല്ലേ കാണാനായിട്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽക്കൂടെ നടന്ന്. ഇപ്പോൾ ഇവിടെ വന്ന് കുളിച്ച കാര്യമൊക്കെ അന്ന് ഓർക്കുമ്പോൾ ഇപ്പം നമ്മൾ ഓർക്കും കേട്ടോ. അന്ന് കുളിച്ച കാര്യങ്ങളൊക്കെ, മീൻ പിടിച്ചതും ഒക്കെ ഓർക്കും കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിലേ അലക്കുകയും കുളിക്കുകയും ചെയ്യണം നമ്മൾ ഇവിടെയായിരുന്നു കേട്ടോ കൂടുതലും. ഇപ്പം ആരും അങ്ങനെ കുളിക്കലില്ല. എൻ്റെ ഇളയ കുട്ടിയാട്ടോ. അതൊക്കെ ആദ്യമായിട്ട് കാണണമെന്ന് തോടൊക്കെ. അതിൻ്റെ സന്തോഷത്തിൽ ഇന്ന് വെള്ളത്തിൽ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും നമ്മുടെ കൂട്ടക്കാത്തിൻ്റെ കൂട്ടുകാരുണ്ടോ? താങ്ക് യു. അസ്സലാമു അലൈക്കും.